പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഖില ഗോപിനാഥ്, എറണാകുളം ജില്ലയിൽ മാതിരപ്പള്ളി സ്വദേശിനിയായ ഞാൻ ഇപ്പോൾ മോഹിനിയാട്ടം നർത്തകി എന്ന നിലയിലും മോഹിനിയാട്ടം അധ്യാപിക എന്ന നിലയിലും എൻ്റെ ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം കൊണ്ട് പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ മാറുന്ന കാലഘട്ടത്തിൻ്റെ ഭക്ഷണ രീതികളും ആരോഗ്യരംഗവും ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് എന്നാലാവും വിധം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യമാണെന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ടും, പ്രത്യേകിച്ച് നൃത്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ പേഴ്സണൽ ഫിസിക്, ശാരീരിക ക്ഷമത ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിലും ഞാൻ കോതമംഗലത്ത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട്, സ്ത്രീകളുടെ തിരക്ക് പിടിച്ച മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് ഞാൻ തീർത്ത് പറയും, ഒരു 90% സ്ത്രീകളും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ 24 മണിക്കൂറിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിനും മാനസികമായിട്ടുള്ളൊരു റിഫ്രഷ്മെൻറ്റിനും വേണ്ടിയിട്ട് കോതമംഗലത്ത് ഗെറ്റ് ഫിറ്റ് എന്ന പേരിൽ സ്ത്രീകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ്ലി ഒരു ഹെൽത്ത് ക്ലബ്, ഒരു ജിമ്മെന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നില്ല. കാരണം സ്ത്രീകളുടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ളൊരു റിഫ്രഷ്മെൻറ്റാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യോഗ, എറോബിക്സ്, ജിം, ഫ്ലോർ എക്സസൈസുകൾ ഒരു ഗ്രൂപ്പായിട്ട് അവർക്ക് എങ്ങനെ പ്രവർത്തിക്കാം, അവരുടെ ഒരു, അതായത് ഇന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകൾ എന്ത് ഭക്ഷണം പാചകം ചെയ്ത് മേശപ്പുറത്ത് വെക്കുന്നു, അത് കഴിക്കുന്നതിലൂടെയും, ഇല്ലെങ്കിൽ അവരെങ്ങനെ അവരുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു, അതിലൂടെയും വളരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരിക്കുന്നതും. അങ്ങനെ ഒരു ജിമ്മും നടത്തുന്നു ഞാൻ. അതുകൂടാതെ ഏറ്റവും എനിക്ക് സന്തോഷം ഞാനൊരു മോഹിനിയാട്ടം നർത്തകി എന്ന് തന്നെ പറയുന്നതിലാണ്. മൂന്നും, ഞാനൊരു അധ്യാപികയായി പ്രവർത്തിക്കുന്നു, ഞാനൊരു മോഹിനിയാട്ടം നർത്തകിയായി പ്രവർത്തിക്കുന്നു, ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മൾട്ടി ഹെൽത്ത് ക്ലബ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് മൂന്നും എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു എന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, ഈശ്വരാനുഗ്രഹം, എല്ലാവരുടെയും സഹകരണവും എനിക്ക് ഒന്നാമതായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മൂന്നും എനിക്ക് ഇപ്പോഴും കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. എല്ലാവരും ചോദിക്കും, ഇതെല്ലാം കൂടെ കൊണ്ടുപോകുമ്പം ബുദ്ധിമുട്ടല്ലേ? പിന്നെ രണ്ടാമത്തെ അതിനുള്ള ഉത്തരം, നമുക്ക് കൃത്യമായ ഡെഡിക്കേഷനും പാഷനും ഉണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ഭാഗ്യവതിയാണ്. കാരണം എന്താണോ എൻ്റെ ഇഷ്ടം, ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ എൻ്റെ പൂർണ്ണമായും ഒരു 24 മണിക്കൂർ സമർപ്പിക്കേണ്ടി വന്നാലും അത് ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ സന്തോഷത്തോടു കൂടി തന്നെ യാതൊരു തരത്തിലുള്ള ക്ഷീണം പോലും തോന്നാതെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതിന് ഈ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ കൂടെ സഹകരിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും സഹകരണവും പ്രധാന ഘടകം തന്നെയാണ്. എന്നിരുന്നാലും ഇതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ഇത്ര കാലമായിട്ടും ഇത് മൂന്നും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്നത്. നൃത്തരംഗത്തേക്ക് ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു 3-3.5 വയസ്സുള്ളപ്പോൾ മുതലേ നൃത്തരംഗത്തേക്ക് ഞാൻ കടന്നു വന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ ഉള്ളിൽ എനിക്കതിനോടുള്ളൊരു ഇഷ്ടം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതാണ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ, അല്ലെങ്കിൽ ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അച്ഛനും അമ്മയാണ്. കാരണം എൻ്റെ ഒരു ഇഷ്ടം തിരിച്ചറിയാനും അതിനുള്ള സാഹചര്യം ഒരുക്കിത്തരാനും അവർക്ക് കൃത്യസമയത്ത് എൻ്റെ കൃത്യമായ പ്രായത്തിൽ അതിന് സാധിച്ചു. അതിന് എനിക്ക് ഓരോരോ പ്രായത്തിലും, അതായത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി, ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഏറ്റവും ഭാഗ്യവതി. കൃത്യമായി ഓരോരോ പ്രായത്തിലും കിട്ടേണ്ട ഗുരുക്കന്മാരെ കൃത്യസമയത്ത് എനിക്ക് കിട്ടി. ഞാൻ നൃത്തപഠനം ആരംഭിക്കുന്നത് കോതമംഗലത്ത് തന്നെ നൃത്തം അഭ്യസിപ്പിക്കുന്ന ശ്രീമതി ചന്ദ്രിക എന്ന് പറയുന്ന ടീച്ചറുടെ അടുത്തു നിന്നാണ് ഞാൻ നൃത്തം പഠിക്കാൻ തുടങ്ങുന്നത്. അതെൻ്റെ 3.5 വയസ്സിൽ. അവിടുന്ന് ഞാൻ അനേകം ഗുരുക്കന്മാരുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുകയുണ്ടായി. ഇവിടെ മൂവാറ്റുപുഴയുള്ള രവികുമാർ സർ, കലാമണ്ഡലം സുമതി ടീച്ചർ, കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, RLV ഉണ്ണികൃഷ്ണൻ, RLV ആനന്ദൻ,
ശ്രീ ടി വാസുദേവൻ നമ്പൂതിരി സർ, അങ്ങനെ അനേകം ഗുരുക്കന്മാരെ എനിക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നു എന്നത് തന്നെയാണ് നൃത്ത മേഖലയിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇന്നും ഏതെങ്കിലും ഒരു വേദിയിൽ കയറിയാലോ അല്ലെ എവിടെയെങ്കിലും കയറിയാൽ കൃത്യമായിട്ട് എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നതും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഇവരെല്ലാവരുടെയും അടുക്കൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസും ഇവരുടെ എല്ലാവരുടെയും ശിക്ഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സദ്ഗുണങ്ങളുമുണ്ട്. അതുമാത്രമാണ് ഇന്നെന്നെ ഞാനാക്കി തീർത്തത്. പിന്നെ ഇതിൽ ഒരു നല്ല പ്രായം വരെ നൃത്തത്തിനേക്കാൾ ഉപരി ശ്രീ കണാമംഗലം സദാനന്ദൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായിട്ട് കേരള കഥാപ്രസംഗ അക്കാദമിയിൽ പ്രവർത്തിച്ചിരുന്നൊരു കാഥിക കൂടിയാണ് ഞാൻ. അപ്പോൾ അതും എന്നെ വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിലേക്ക് എല്ലാ രീതിയിലും ഉറച്ച ഒരു വ്യക്തിത്വത്തോടു കൂടി നിൽക്കാൻ സാറിൻ്റെ ശിക്ഷണത്തിലിരുന്ന കാലത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 മേഖലയിലും ഇപ്പോൾ ഇതിൽ അവതരിപ്പിക്കുന്ന ഒരാൾ. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ പ്രധാനമായ കാര്യം, ഞാനിവിടെ കോതമംഗലത്ത് ഈ ഗെറ്റ് ഫിറ്റ് എന്ന് പറയുന്ന ഹെൽത്ത് ക്ലബിനോട് ഒപ്പം തന്നെ മാതിരപ്പള്ളിയിൽ തപസ്യ എന്ന പേരിൽ ഒരു നൃത്ത പഠന കളരി ഞാൻ നടത്തുന്നുണ്ട്. അവിടെ ഞാൻ BA ഭരതനാട്യവും MA മോഹിനിയാട്ടവും ചെയ്ത വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ട് ഈ 2 വിഷയവും ഞാനിവിടെ എൻ്റെ നൃത്തക്കളരിയിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50ഓളം കുട്ടികൾ എനിക്കുണ്ട്. ഇവിടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമ്പം ഇപ്പം ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീകൾ നേരിടുന്ന അനേകം പ്രശ്നങ്ങളെന്നും. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും, സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നത് സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്നുണ്ട്. പക്ഷേ ഇതിൽ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നത് എത്ര പറഞ്ഞാലും സ്ത്രീകൾക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ആൾക്കാർ കാണാതെ പോകുന്നതാണോ എനിക്കറിയില്ല. പക്ഷേ നൃത്തരംഗത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റായിട്ട് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഞാനും യുവജനോത്സവ മേഖലകളിലൂടെ പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു വന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. യുവജനോത്സവ മേഖലകളിൽ പങ്കെടുക്കുന്ന സമയം ഇന്ന് എറണാകുളം ജില്ലാ യുവജനോത്സവം നടന്നപ്പോഴും ഇന്ന് വളരെ ചൂടുപിടിച്ച വാർത്തയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യുവജനോത്സവ മേഖലയിലെ വിധി നിർണയം, ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ദുരനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ വിദ്യാർത്ഥിനികൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥിനികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു മത്സരത്തിൽ ഒരു A ഗ്രേഡോ B ഗ്രേഡോ ആണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്നത്. അത് കാണുമ്പം പൊതുവേ ഒരു വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെ നമുക്ക് നൃത്തത്തിനോടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കലാരൂപത്തോടോ നമുക്ക് അമിതമായ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തിൽ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഒന്നും അല്ല ആ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഏതോ വഴിക്കോ ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ട ആൾക്കാരാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എല്ലാം പിടിച്ചു നിന്ന് എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലും എൻ്റെ ഗുരുക്കന്മാരും ഈ ഒരു മത്സരവേദിയിൽ ഒതുങ്ങേണ്ടതല്ല നിൻ്റെ നൃത്തത്തിനോടുള്ള അഭിനിവേശം എന്ന് പറഞ്ഞു തരാനും അവിടുന്ന് ഗൈഡ് ചെയ്യാനും അവർക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് +2 നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോഴും സയൻസ് മറ്റുള്ള വിഷയങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് കൃത്യമായ ഉറച്ച വിശ്വാസവും എനിക്കതിനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. നൃത്തം തന്നെ മുഖ്യ വിഷയമായിട്ട് എടുത്ത് ഉപരിപഠനം നടത്താൻ. പിന്നെ ഇതിൽ വേറൊരു വശമുള്ളത്, എത്രത്തോളം നമുക്ക് ഉപജീവന മാർഗമായിട്ട് ഇത് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന, അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അതല്ലാതെ പ്രത്യേകിച്ച് സമയമോ സാഹചര്യങ്ങളോ ഒന്നും പ്രതികൂലമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ തുടരാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് പ്രോത്സാഹനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പഠനകാലം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നൃത്ത പഠനം ആരംഭിച്ചത് 3.5 വയസ്സിലാണ്. അവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയും, ഈശ്വരൻ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ ഓരോ വേദിയിൽ ഇന്ന് കയറുമ്പോഴും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം വളരെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ കുറച്ച് പേരിനൊരിത്തിരി സംഗീതവും ആഗ്രഹം കൊണ്ട് നൃത്തവും ഒക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ സ്കൂളിൽ എൻ്റെ സ്കൂൾ ജീവിതം ശോഭന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ കോതമംഗലം, ഞാൻ അവിടെയായിരുന്നു എൻ്റെ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം കഴിഞ്ഞത്. അവിടെ
കൃത്യമായിട്ട് ടീച്ചർമാരുടെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും എനിക്കുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, ഞാൻ വളരെ ഭാഗ്യവതിയായിട്ടുള്ളൊരു കുട്ടിയാണ്. കാരണം സാധാരണ ചെറുപ്പകാലങ്ങളിൽ പെൺകുട്ടികൾ കേൾക്കുന്ന പൊതുവെ ഒരു അരുത് അല്ലെങ്കിൽ നോ, ഈ 2 വേർഡ് ജീവിതത്തിൽ ഒരുപാടൊന്നും കേൾക്കാത്ത ഒരാളാണ് ഞാൻ. എല്ലാത്തിനും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്ന് തന്നെയാണ്, നല്ലതും ചീത്തയും പറഞ്ഞു തന്ന് കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്ന് വളർത്തിയ ഒരാളായതുകൊണ്ടായിരിക്കാം ഒരു ഉറച്ച വിശ്വാസവും മനസ്സും. എനിക്ക് താഴെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. തീർത്തും വ്യത്യസ്തമായൊരു മേഖലയിലാണ് ആ കുട്ടി സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു തരത്തിലും ഞങ്ങളെ ഫോഴ്സ് ചെയ്യാതെ ഞങ്ങളുടേതായിട്ടുള്ള മേഖലയിലേക്ക് കടത്തിവിടാൻ പൂർണ്ണ മനസ്സുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു, ഗുരുക്കന്മാരുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിൽ യുവജനോത്സവ വേദികളിലാണ് അധികവും നൃത്തം ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നത്. അന്ന് ഞാൻ കോതമംഗലം ഉപജില്ലാ കലാതിലകമായിരുന്നു 8 കൊല്ലത്തോളം. പിന്നെ എറണാകുളം ജില്ലാ മത്സരങ്ങളിലും അവിടെയും കഥാപ്രസംഗം, മോഹിനിയാട്ടം, മോണോ ആക്ട്, ഭരതനാട്യം എന്നീ മത്സര ഇനങ്ങളിൽ 1ാം സ്ഥാനം ലഭിക്കുകയും അതിനുശേഷം കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും അവിടെയും കഥാപ്രസംഗത്തിനും ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും സമ്മാനം നേടാനുള്ള അവസരങ്ങളും ഉണ്ടായി. അതിനുശേഷമാണ് കൃത്യമായിട്ട് +2 കഴിഞ്ഞ ഒരു സമയത്താണ് കൃത്യമായിട്ട് ഞാൻ എൻ്റെ വഴി ഇതാണ്, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കേണ്ടത് ഇതാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായത്. ആ സമയത്ത് എനിക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ മറ്റുള്ള എല്ലാം സാധാരണ ഇന്ന് എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ തന്നെ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഒരു പൂർണ്ണമായ ഇഷ്ടം ഞാൻ തിരിച്ചറിയുകയും ഞാൻ BA ഭരതനാട്യത്തിന് ജോയിൻ ചെയ്തു. BA ഭരതനാട്യം നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ആ സമയത്ത് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ കീഴിൽ മോഹിനിയാട്ടം ഞാൻ അഭ്യസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ ഒരു താളവും എൻ്റെ ഫുൾ എസ്തറ്റിക് സെൻസും മോഹിനിയാട്ടം എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വന്തം നൃത്തരൂപത്തിലാണെന്നുള്ളത് ഏതോ ഒരു സമയത്ത് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു. ആ ഒരു തിരിച്ചറിവാണ് ബിരുദാനന്തര ബിരുദ പഠന സമയത്ത് മോഹിനിയാട്ടം മുഖ്യ വിഷയമായിട്ടെടുത്ത് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും. ശേഷം ഇന്ന് ഞാൻ ഗവേഷണ പഠനത്തിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. മോഹിനിയാട്ടം തന്നെ മുഖ്യ വിഷയമാക്കി ഒരു ഗവേഷണ പഠനത്തിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അതേ സമയത്ത് ഇപ്പോൾ വിവാഹശേഷം ഞാൻ ബാംഗ്ലൂർ, എൻ്റെ ഭർത്താവിനോടൊപ്പം ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഇതിൽ പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നൃത്ത ക്ലാസ് എനിക്കുണ്ട്. എല്ലാ മാസവും കൃത്യമായി ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് പോകാനും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ എങ്ങനെ നടന്നോ അതേ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം, ഇല്ലെങ്കിൽ അതിനുള്ളൊരു അനുവാദം എൻ്റെ വിവാഹശേഷവും എനിക്ക് കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും ഈ മേഖലയിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത്. അതിൻ്റെ കാരണം അത് തന്നെയാണ്. യുവജനോത്സവ മേഖലകൾ കഴിഞ്ഞതിന് ശേഷവും ഈ ബിരുദവും ബിരുദാനന്തര പഠന സമയത്തും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലുമായിട്ട് വിവിധ നൃത്തോത്സവങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനും മോഹിനിയാട്ടം എന്ന കേരളത്തിൻ്റെ സ്വന്തം നൃത്തരൂപത്തെ പുറമെയുള്ള പല പ്രശസ്തമായ നൃത്തോത്സവങ്ങളിലും അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് ഇന്നും എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരികളിൽ ഒരാളായിട്ട് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല ഫെസ്റ്റിവൽസിലും പങ്കെടുക്കാനുള്ള അവസരം ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിൽ എൻ്റെ ഗുരുക്കന്മാരോട്, പ്രത്യേകിച്ച് അതിൽ ആദ്യം അവസാനവും എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാരോട് തന്നെയാണ്. ആ ഒരു അനുഗ്രഹം ചെറുപ്പം മുതലേ എനിക്കുണ്ടായിട്ടുണ്ട്.